ഈ ആവശ്യമില്ലാത്ത ദുഃഖമൊന്നും കാണിക്കണ്ട. ഓ ഇന്ദ്രജ, ഇന്ന് വൈകുന്നേരം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇവിടെ എത്തണം. നാളെ രാവിലെ ബിസിനസ് സുഹൃത്തുക്കളടക്കം എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാരും. മനസ്സിലായല്ലോ? അല്ല മമ്മി, വിവാഹ വാർഷികത്തിന് മമ്മി മാത്രം പോരല്ലോ, ഡാഡിയും വേണ്ടേ? ഗുഡ് ക്വസ്റ്റ്യൻ. വേറെ ആരുണ്ട് ഇതുപോലൊരു ചോദ്യം ചോദിക്കാൻ? ഗുഡ് ക്വസ്റ്റ്യൻ ഇന്ദ്രജ. ഡാഡി വരും, ഞാൻ വരുത്തും. അത് ബുദ്ധിമുട്ടാണെന്നാ എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് കാണാതായത് അവളെ ആയതുകൊണ്ട്. അത് ശരിയാണ് ആന്റി. ഇപ്പോ ഇന്ദ്രജയോ വേദയാണ് കാണാതായെങ്കിൽ അങ്കിള് ചിലപ്പോ റെസ്റ്റ് എടുക്കാൻ ഇങ്ങോട്ട് വന്നേനെ. പക്ഷേ കാണാതായത് നന്ദിനി ആയതുകൊണ്ട് ആ റെസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട. എടാ, ഇതെന്റെ വാശിയാ. അവളില്ലാതെ തന്നെ എന്റെ വിവാഹ വാർഷികം നടക്കണം. നിങ്ങളുടെ ഡാഡി ഇനി എന്തൊക്കെ പറഞ്ഞാലും പത്മ വരുത്തിയിരിക്കും. നിങ്ങൾ ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യ്. ഇന്ദ്രജെ, ആന്റി കരുതിക്കുട്ടിയാണല്ലോ, അതുകൊണ്ട് എനിക്ക് സംശയം കൂടി വരിക. എന്ത് സംശയം? ഇനിയിപ്പൊ നന്ദിനിയുടെ മിസ്സിങ്ങിന്റെ പുറകില് മമ്മി ആണെങ്കിൽ തന്നെ അത് ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. മറ്റാരുടെയും മുൻപില് നമ്മൾ ഈ സംശയം പറയാനും നിൽക്കണ്ട. തൽക്കാലം നമ്മൾ മമ്മി പറഞ്ഞതനുസരിച്ചാ മതി. അവളില്ലാതെ ഈ വീട്ടിലൊരു ആഘോഷം നടക്കട്ടെ. അതിനേക്കാൾ വലിയൊരു തിരിച്ചടി അവൾക്ക് സൂര്യക്കും കൊടുക്കാനില്ല. ശരിയാ. ഹലോ, നിങ്ങൾ എവിടെയാ? ഞാനും സൂര്യ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുക. ഇപ്പം കണ്ടുപിടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും പോലീസുകാര്. അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടുപിടിക്കുമെന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കേണ്ട കാര്യം എന്താ? എന്താ പത്മ ഈ സമയത്ത് താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാണാതായത് നമ്മുടെ മകന്റെ ഭാര്യയല്ലേ? നിർത്ത്. ഈ ഭാര്യ പദവിയുടെ കാര്യം എന്നോട് പറയരുതെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. അവൾ ഇവിടത്തെ വേലക്കാരിയാണ്. കൺമുമ്പിൽ നിന്നാലും കാണാതെ പോയാലും അതിനപ്പുറത്തേക്കുള്ളൊരു സ്ഥാനം നിങ്ങൾ പറയണ്ട. ഓക്കെ. ഈ അവസ്ഥയിൽ തന്നോട് എനിക്ക് തർക്കിക്കാൻ വയ്യ. താൻ എന്തിനാ വിളിച്ചത്? ഇന്ദ്രജയ്ക്കും വിജയ്ക്കും നിർബന്ധം നമ്മുടെ വിവാഹ വാർഷികം ആഘോഷിക്കണമെന്ന്. ഞാൻ സമ്മതിച്ചു. ഇത്ര ഒരു കണ്ടീഷനിൽ അങ്ങനെ നിർബന്ധിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ്. അത് താൻ എങ്ങനെയാ സമ്മതിക്കുന്നത്? ഞാൻ സമ്മതിക്കുന്നതിൽ എന്താ തെറ്റ്? എന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആഘോഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ?
മാത്രമല്ല കുറെ കാലമായല്ലോ മനസമാധാനമായിട്ട് ഒരു ആഘോഷം ഒന്ന് നമ്മുടെ വീട്ടിൽ നടന്നിട്ട്. എന്ന് വെച്ചാ നന്ദിനിയെ ആരോ തട്ടിക്കൊണ്ടുപോയതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് ഇപ്പൊ വലിയ സമാധാനമാണെന്നാണ് താൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ലേ? എന്താ സംശയം?